ഇങ്ങനെ കാല് പിടിക്കുന്നുണ്ട്. അനു നോക്കുന്നോട്ട് തന്നെ പിന്നെ എന്നെ കണ്ണൊക്കെ അടിക്കുന്നുണ്ട്. ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. ബിഗ് ബോസ് മലയാളം സീസൺ 7 അനുമോള് കൊളുത്തിവിട്ട ഒരു തീ ഇപ്പൊ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് ഹൗസിലെ എല്ലാവർക്കും ഇപ്പൊ ഇത് തന്നെയാണ് ചർച്ച. ഇത് ശരിയാണോ, ഇത് തെറ്റാണോ? രണ്ട് വിഭാഗം 3 വിഭാഗമായിട്ടൊക്കെ തിരിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ അനുമോള് ആ വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടിടത്തോളം അവിടെ എന്തെങ്കിലും സംഭവിച്ചിരിക്കാം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ ബിഗ് ബോസ് ഇത് കാണിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതമല്ലേ അത് തകർക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ വേണമെങ്കിൽ രണ്ടുപേരെയും ഒരു കോംപ്രമൈസ് രീതിയിലൊക്കെ അങ്ങോട്ട് മാറ്റാൻ സാധ്യതയുണ്ട്. ഒരു കോംപ്രമൈസിൽ പോകാനാണ് സാധ്യത. ഈ പറയുന്നത് പോലെ പരാതി കൊടുത്തു, പലരും പറഞ്ഞു കേട്ടു പരാതി കൊടുത്തു അനുമോളെ പുറത്താക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള എല്ലാവരെയും കുറിച്ച് പരാതി കൊടുക്കാനേ സമയം കാണും. കാരണം എന്താ വെച്ചാൽ അനുമോളെ ഇത്രയും പേര് കൂട്ട ആക്രമണമൊക്കെയാണ് കഴിഞ്ഞ 4 ആഴ്ചകളോളം നടത്തിക്കൊണ്ടിരുന്നത്. അവരുടെ ഒരു കണ്ടസ്റ്റന്റിനെ എത്രമാത്രം ഉപദ്രവിക്കാമോ അത്രമാത്രം 15 പേര് 16 പേര് ചേർന്ന് ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ അനുമോളുടെ ആൾക്കാർക്ക് വേണമെങ്കിൽ പോയിട്ട് കേസ് കൊടുക്കാമായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ കേസൊക്കെ കൊടുക്കാമായിരുന്നു. അപ്പൊ അവരൊരു ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കും അവരുടെ ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യാത്തത്. ഇതിനകത്ത് ഒരു ഭാഗം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആര്യന് ഒരു ജീവിതമില്ലേ, ജിസേലിന് ഒരു ജീവിതമില്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട്. ശരിയാണ്, രണ്ടുപേർക്കും ജീവിതമുണ്ട്. പക്ഷെ നമ്മൾ പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിന്ന് മാറിപ്പൊക്കഴിഞ്ഞാൽ പൊതുജനം പലവിധമാണ്. അപ്പം പലതും നമ്മൾ സഹിക്കേണ്ടി വരും. ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുന്നത് തന്നെ പലതും സഹിക്കാനുള്ള ഒരു മനക്കെട്ടിയുമായിട്ടൊക്കെ ആയിരിക്കണമെന്ന് നമുക്ക് കഴിഞ്ഞ സീസണിലെല്ലാം മനസ്സിലായ കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് ഈ പറയുന്ന ജാസ്മീന്, നമ്മൾ കഴിഞ്ഞ സീസൺ തന്നെ എടുത്തു കഴിഞ്ഞാൽ ജാസ്മീന് എത്രമാത്രം സൈബർ അറ്റാക്കും എത്രമാത്രം ഇഷ്യൂസും വെളിയിലും അകത്തും എല്ലാം ഉണ്ടായതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേസ് കൊടുത്ത് പുറത്താക്കാനേ സമയം കാണത്തുള്ളൂ എല്ലാവർക്കും. ഇപ്പൊ ഞാൻ പറയാൻ കാര്യം, ഈ പറയുന്ന എല്ലാവർക്കും ജീവിതമുണ്ട്. ആ ജീവിതത്തിന്റെ കൂട്ടത്തിൽ അനുമോൾക്കും ഒരു ജീവിതം ഉണ്ടെന്ന് എല്ലാവരും ആലോചിക്കണം. ആര്യൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്നെ വളയ്ക്കാൻ വേണ്ടിയിട്ട് അനുമോള് കാല് വെച്ച് എന്നെ ഇങ്ങനെ സുഖിപ്പിച്ചു എന്നാണ് പറയുന്നത്. സുഖിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കി, അനുമോളുടെ വലയിലേക്ക് വീഴ്ത്താൻ നോക്കി എന്ന് പറയുന്ന ഒരു കാര്യം. എന്താ അനുമോൾക്ക് ജീവിതമില്ലേ? അനുമോളും കല്യാണം കഴിക്കാത്ത ഒരു ലേഡിയാണ്, ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അനുമോൾക്ക് ജീവിതമില്ലേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഘോര പ്രസംഗിക്കുന്നവര് രണ്ട് ഭാഗവും കേൾക്കണം. എന്തായാലും ആര്യൻ എന്താണെന്ന് പറഞ്ഞെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ വന്ന് ഫസ്റ്റ് ഡേ എന്റെ അവളെ കാലിൽ വിളിച്ചിട്ട് എന്റെ ജീൻസ് ഇങ്ങനെ വിളിച്ചിട്ട് ഇതിങ്ങനെ ആക്കി കൊറേ വളയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. അമ്മയടുത്ത് പറയാ, കള്ളം പറയുന്ന അപ്പാടെ സത്യം. കൊറേ വളയ്ക്കാൻ നോക്കി. കേട്ടല്ലോ, കാല് ഇങ്ങനെ പാന്റിന്റെ അവിടെ വെച്ചിട്ട് കാലിങ്ങനെ ആക്കി, കാല് കൊണ്ട് ഇങ്ങനെ ആക്കി എന്നെ ഒരുപാട് വളയ്ക്കാൻ ശ്രമിച്ചു. അപ്പാനി സത്യം എന്നാ പറയുന്നത്. അമ്മ സത്യം എന്നല്ല പറഞ്ഞ, അപ്പാനി സത്യം എന്നാ പറയുന്നത്. എന്നെ വളയ്ക്കാൻ നോക്കി എന്നാണ് പറയുന്നത്. അപ്പം ഇതൊരു ഇഷ്യൂ അല്ലേ? ഇതൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്തായാലും 24/7 കണ്ടതിലും അതുപോലെ എപ്പിസോഡ് കണ്ടതിലും ഇങ്ങനെ ഒരു സീൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ബിഗ് ബോസ് അത് കാണിക്കുക തന്നെ ചെയ്യും. ഓക്കെ, ബിഗ് ബോസ് എന്തായാലും കാണിക്കാതിരിക്കത്തില്ല. അവർക്കൊരു വെളിയില് TRP കൂടുന്നതും അല്ലെങ്കിൽ ചർച്ചയാകുന്ന വിഷയങ്ങളായതുകൊണ്ട് ഒരിക്കലും ബിഗ് ബോസ് കാണിക്കാതിരിക്കത്തില്ല. അപ്പം ഇവൻ തന്നെ പറയുകയാണ് ഇങ്ങനെ ചെയ്തു എന്താന്ന് വെച്ചാൽ വേറെ തെളിവുകളൊന്നുമില്ല, അടുത്തെങ്കിലും തെളിവുകളൊന്നുമില്ല. ഇവനാണ് പറയുന്നത് എന്നെ ഇങ്ങനെ വളയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. എന്ന് വെച്ചാൽ കുന്നംകുളത്തെ ഷാറുഖ് ഖാനും രൺബീർ കപൂർ ഒക്കെ ആണല്ലോ. അപ്പൊ ഇവനെ വളയ്ക്കാനാണ് അവിടുത്തെ പെണ്ണുങ്ങളെല്ലാം നടക്കുന്നതെന്ന് ഇവനൊരു തോന്നലുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവനൊരു തോന്നലുണ്ട് ഇവനെന്തോ വലിയ ഗ്ലാമർ ഉള്ള ആളാണ്, ഇവന്റെ പുറകിലാണ് ഇവിടെയുള്ള പെണ്ണുങ്ങൾ മൊത്തവും എന്നൊരു വിചാരം ഇവന് ഉറപ്പായിട്ടും ഉണ്ട്. അത് അവൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ ഇവനാണ്, ഞാൻ കണ്ടിടത്തോളം ഇവനാണ് പോയിട്ട് അനുമോള് പറയുന്നുണ്ട് എന്നെക്കാൾ പ്രായം കുറഞ്ഞ ആളാണ് നീ എനിക്കൊരു അനിയനെ പോലെയാണെന്ന് പറയുമ്പോഴും ഇവന് ബ്രദറോ എന്ന് പറഞ്ഞിട്ടൊക്കെ ഞെട്ടുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യവും. ബ്രദർ അല്ല എന്ന് ഇവൻ പറയുന്നുണ്ട്. ഇവൻ സമ്മതിക്കുന്നില്ല. ഇവനാണ് പുറകെ നടന്ന് ശല്യം ചെയ്തതായിട്ട് നമ്മളെല്ലാം കണ്ടത്. നിഷ്പക്ഷമായിട്ട് പറയുവാണെങ്കിൽ നിഷ്പക്ഷമായിട്ട് തന്നെ കാര്യം പറയുക. നിങ്ങൾ കമന്റ് ചെയ്യുക. പക്ഷെ ഞാൻ ഇവളോട് ക്ലോസ് ആവുമ്പോൾ ഇവൾക്ക് ഓക്കെയാണ് ഞാൻ അവിടെ പോയി സംസാരിക്കുന്നത്, പക്ഷെ അവൾക്ക് ഓക്കെയാണ് ഞാൻ ഇവിടെ പോയി സംസാരിക്കുന്നത്. അതെന്താ പരിപാടി? അല്ല, അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണോ? ശരിക്കും നടന്നതാണോ? നടന്ന കഥയാണ്. എന്നെ ഇങ്ങനെ കുറെ ഇങ്ങനെ കാല് പിടിക്കുന്നുണ്ട്. അനു നോക്കുന്നോട്ട് തന്നെ എന്നെ കണ്ണൊക്കെ അടിക്കുന്നുണ്ട്. കുറെ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ കൊടുത്തില്ല അങ്ങോട്ട്. ആ അസൂയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബിന്നി അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ബിന്നി എടുത്ത് പറയുന്നുണ്ടോ, ബിന്നി പറയുന്നുണ്ട് കണ്ണിൽ നോക്കുന്ന കാര്യം. കണ്ണിൽ നോക്കി കഴിഞ്ഞാൽ, അങ്ങനെ കണ്ണിൽ നോക്കി കഴിഞ്ഞാൽ ഉടനെ അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് കണ്ണിലൊന്ന് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവനെ വളയ്ക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളതാ. ബിന്നി അതിന് സപ്പോർട്ടും. എന്താ വെച്ചാൽ ബിന്നിയാണ് ഈ വിഷയം അവിടെ എടുത്തിട്ടത്. അപ്പൊ ബിന്നിയെ കൈ പിടിച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ ബിന്നി എടുത്ത് പറഞ്ഞു വെച്ചിട്ട് ബിന്നിക്ക് തോന്നലുണ്ടല്ലോ. ബിന്നിയും ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാരും പറയല്ലോ, സദാചാരം
സദാചാരം ഒരുപാട് പേര് ഷാനവാസിനെയും അനുമോളെയും ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ബിന്നിയെ പറയുന്നില്ല? ബിന്നിയാണ് ഇവിടെ ഈ കാണുന്ന വിഷയങ്ങൾ മൊത്തം വളച്ചൊടിച്ച് വേറൊരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ തന്നെ അവൻ പറയുമ്പോൾ ബിന്നി അടുത്താണ് ചോദിക്കുന്നത്. അപ്പൊ ബിന്നി പറയുന്നുണ്ട് കണ്ണി നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ഇവിടെ കണ്ണി നോക്കിക്കഴിഞ്ഞാൽ അത് വളയ്ക്കാൻ ശ്രമിക്കുകയാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരെ അങ്ങനെ ഇവർ കൺവേർട്ട് ചെയ്ത് അനുമോളിലേക്ക് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതെല്ലാം പബ്ലിക് കണ്ടുകൊണ്ടിരിക്കുമല്ലേ? അപ്പൊ അനുമോൾക്ക് വിഷയമില്ലേ? അനുമോൾക്കൊരു ജീവിതമില്ലേ? അപ്പൊ അനുമോളെ ഏത് രീതിയിലായിരിക്കും സമൂഹം വിലയിരുത്തുന്നത്? ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കാണാത്തിടത്തോളം നമുക്കത് പറയാൻ പറ്റത്തില്ല. പക്ഷെ ആര്യൻ ഇത് പറയുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അതിന് തെളിവുകളൊന്നുമില്ല. പക്ഷെ ഇവൻ തെളിവുണ്ടോ എന്ന് അവിടെ ജിഷിൻ ചോദിക്കുമ്പോഴത്തേക്ക് ഇവൻ അപ്പാനിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പാനിയൊക്കെ ചുമ്മാ തലയാട്ടുന്നുണ്ട്. അപ്പാനിക്കൊന്നും അറിയത്തില്ല. സത്യത്തിൽ ഇവൻ പറയുന്നത് അവർ തലയാട്ടുന്നു. അത് നേരത്തെ മുതലേ അങ്ങനെ ആയതുകൊണ്ട് ഇവരുടെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ഇവര് പറയുന്നത് തലയാട്ടി ഇങ്ങനെ സമ്മതിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ള സീൻ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എപ്പിസോഡ് നമ്പർ ഇവിടെ ഒന്ന് പറഞ്ഞു തന്നാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോ ഇപ്പൊ ഞാൻ അവിടെ ഇരിക്കുമ്പോ അങ്ങോട്ട് മാറി നീ എന്നെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. നിനക്കൊരു ക്രൂക്കഡ്നെസ് ഉണ്ട്. ബേസിക്കലി നിന്റെ ഫേസിലുള്ളതാണ് എന്റെ കണ്ണിൽ അർത്ഥം എന്താണെന്നറിയോ? അക്ബറിനോടാണ് ജിഷിൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഒരാളെ നോക്കുവാണ്, അവിടെ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ എന്താണ് അവരുടെ ഒരു സംസാരം അല്ലെ, അങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടി എല്ലാവരും കണ്ണിലോട്ട് നോക്കും, അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കും. അത് എല്ലാം ഇങ്ങനെ പറയാൻ കൊള്ളാമോ? അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നാണ് ജിഷിൻ അവിടെ ചോദിക്കുന്നത്. ഉടനെ അക്ബർ അവിടെ എടുത്തു പറയുന്നുണ്ട്, ആ നോട്ടത്തിൽ എന്തോ പെശകുള്ള രീതിയിലായിട്ടാണ് അക്ബർ പറയുന്നത്. എന്താ വെച്ചാൽ ഇവരെല്ലാം ഈ ഒരു രീതിയെ കൺവേർട്ട് ചെയ്യുകയാണ്. എന്താ വെച്ചാൽ ആര്യനെ വളയ്ക്കാൻ ശ്രമിച്ചത് അനുമോളാണെന്നുള്ളത്. എന്തായാലും 100% ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ കണ്ട 24/7 ഒന്നും അനുമോൾ ആര്യനെ വളയ്ക്കാൻ നടക്കുന്നതാണ് കണ്ടിട്ടില്ല. ഞാൻ കേട്ടതെല്ലാം അനുമോൾ പറയുന്നത്, എല്ലാവരോടും അനുമോൾ പറയുന്നുണ്ട്, എന്റെ ബ്രദറിനെ പോലെയാണ്, എനിക്ക് ഇത്രയും വയസ്സുണ്ട്, അവന് ഇത്രയും വയസ്സേ ഉള്ളൂ, ഒരിക്കലും ഞാൻ അതിനെ നിൽക്കത്തില്ല. ഞാൻ അങ്ങനെ കല്യാണം കഴിക്കുവാണെങ്കിൽ, ഞാൻ അങ്ങനെ സ്നേഹിക്കുവാണെങ്കിൽ, ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രണയം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അത് വിവാഹത്തിലേക്ക് എത്തിക്കത്തുള്ളൂ. പേർലിഷിനെ പോലെ, പേർലി മാണിയെ പോലെ അങ്ങനെ ഞാൻ പോകത്തുള്ളൂ, അല്ലാതെ ഞാൻ ഇങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കത്തില്ല എന്ന് പല പ്രാവശ്യം അവിടെ അനുമോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവൻ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക്, ഇവനും ജിസയിലും തമ്മിലുള്ള ഒരു വിഷയം, ആര്യനും ജിസയിലും തമ്മിലുള്ള ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് ഇവൻ നേരെ അനുമോളുടെ ദേഹത്തേക്ക് ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പൊ ഇതും ഒരു ആരോപണമാണ്. ഇതിനെക്കുറിച്ച് ലാലേട്ടൻ ചർച്ച ചെയ്യണം. എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന ജിസയിലിനും ആര്യനും ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഈ പറയുന്ന അനുമോൾക്കും ഒരു ജീവിതമുണ്ട്. അല്ലാതെ അനുമോളെ മാത്രം കടിച്ചു കീറാനാണ് അല്ലെങ്കിൽ അനുമോളെ മാത്രം പ്രഹരിക്കാനാണ് അല്ലെങ്കിൽ വീക്കെൻഡിൽ വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അനുമോള് പറഞ്ഞതിലെ സത്യം എന്താണ് എന്നുള്ളത് ഇപ്പം 2 തരത്തിലും അവിടെ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ, ആ വീഡിയോ സൂം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ, പല വീഡിയോസും അവരുടെ സൂം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു അരുതാത്തത് അവിടെ നടന്നു എന്ന് പലർക്കും തോന്നാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇഷ്യൂ വരുമ്പോൾ 2 വിഭാഗം ഉണ്ടാവും. അതിനകത്ത് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷെ അതിനകത്ത് ഡൗട്ട് അടിക്കാം, അങ്ങനെ തന്നെയാണോ ഇനി സംഭവിച്ചത് എന്ന്. നമ്മൾ എന്താ വെച്ചാൽ ഈ ബെഡ്ഷീറ്റിന്റെ അടിയിൽ കൊണ്ടുപോയി ക്യാമറ വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഈ പറഞ്ഞ അലിഗേഷൻ, ആര്യൻ അനുമോളെ കുറിച്ച് പറഞ്ഞ ഈ അലിഗേഷൻ എന്ന് വെച്ചാൽ ആര്യൻ നേരത്തെയും ഇത് പലരോടും പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത്. ആര്യൻ മാത്രമല്ല പലരും ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്, ആര്യനെ വളയ്ക്കാൻ നടക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കണ്ടിടത്തോളം അനുമോള് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോയിട്ടില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു ചർച്ച അവിടെ ഉണ്ടാകണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരാളെ മാത്രം കൗണ്ടർ ചെയ്ത് അല്ലെങ്കിൽ ഒരാൾ മാത്രം ചെയ്ത് തെറ്റും മറ്റുള്ളവർ ചെയ്ത് ശരിയും എന്നാണ് വീക്കെൻഡിൽ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അതായത് അനുമോള് ചെയ്തത് തെറ്റോ ശരിയോ അത് ബിഗ് ബോസ് ആ ക്യാമറ കൃത്യമായിട്ട് ചിലപ്പം ഇത്രയും വിഷയം ആയ സ്ഥിതിക്ക് നമ്മളെ വീക്കെൻഡിൽ കാണിക്കുമായിരിക്കാം. അതിനിപ്പം അനുമോൾ അത് പറഞ്ഞത് അനുമോള് തെറ്റിദ്ധാരണയുടെ മേളിലാണെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണെന്ന് കരുതി അവിടെ അത് ബോധിപ്പിച്ച് അത് 2 പേർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ അത് തീർക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂട്ടത്തിൽ തെറ്റിദ്ധാരണയാണെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ആക്ഷൻ ഉണ്ടാകണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ആര്യൻ ഈ പറഞ്ഞ വിഷയം, ഈ കാലുകൊണ്ട് തിരുമി എന്നാ പറയുന്നത്, കാലുകൊണ്ട് ഇങ്ങനെ ജീൻസിന്റെ പാന്റിന് അവിടെ കൂടി ഇങ്ങനെ തടവി എന്നെ വളയ്ക്കാൻ ശ്രമിച്ചു എന്ന ആ രീതിയിലാണ് അവിടെ ആര്യൻ സംസാരിക്കുന്നത്. അതും അനുമോളെ കുറിച്ച്, ഒരു പെൺകുട്ടിയല്ലേ, അതിനും ജീവിതമുള്ളതല്ലേ. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ അതിനെന്താ വെളിയിൽ ജീവിതവും ഒന്നുമില്ലേ? അപ്പം അതിനെക്കുറിച്ചും തീർച്ചയായിട്ടും ഒരു ചർച്ച ഉണ്ടാകണം. അതും അവിടെ ചോദ്യം ചെയ്യപ്പെടണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.